ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് നല്ല അടിപൊളി പെറ്റ്സുകൾ നല്ല റേറ്റ് കുറവിനും ഓഫറിലൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലിനാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചാൽ തരാവുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 30 സെക്കൻഡോളം വീഡിയോ എടുത്ത് അയച്ചാൽ ശ്രമിക്കുക. അതേപോലെ പെറ്റ്സിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ, റേറ്റ്, പ്ലേസും കാര്യങ്ങളൊക്കെ അയക്കാൻ മെസ്സേജ് ഇടാൻ മറക്കരുത്. നമുക്ക് ആദ്യമായിട്ട് സെയിലിൽ വന്നിരിക്കുന്നത് ലവ് ബേഡുകളാണ്. ആഫ്രിക്കൻ ലവ് ബേഡുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലമലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഒരെണ്ണം മാത്രം ഹാൻഡ് ഫീഡിങ് ചിക്കൻ വന്നിരിക്കുന്നത്. റെഡ് ഹുഡ് ഓപ്പിലൈൻ്റെ ഒരെണ്ണം ഹാൻഡ് ഫീഡിങ് ചിക്ക്, ഇതാണ് ഹാൻഡ് ഫീഡിങ് ചിക്ക്. ബാക്കി എല്ലാതും 14 എണ്ണം അഡൾട്ടാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് പെയറുകൾ അതേപോലെ തന്നെ അഡൾട്ട് ആണ് വന്നിരിക്കുന്നത്. പെയറിന് ഒരു 1300 രൂപയാണ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അതേപോലെ ഹാൻഡ് ഫീഡിങ് ചിക്കന് 800 രൂപയാണ് റേറ്റ് വയ്ക്കുന്നത്. അപ്പോൾ 14ഓളം അഡൾട്ട് ആഫ്രിക്കൻ ലവ് ബേഡുകൾ കൊടുക്കാണ്ട് പെയറിന് 1300 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ആഫ്രിക്കൻ ലവ് ബേഡുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അത് നല്ല റേറ്റ് കുറവിനാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 1300 രൂപയ്ക്ക് അഡൾട്ട് പെയറുകൾ. തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലമലയുടെ ലൊക്കേഷൻ. ബ്രീഡേഴ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുക്കാറില്ലെങ്കിൽ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിയിൽ മോർ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ടാവും. ആ മോർമ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെ നമ്പർ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കിട്ടുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് സെൻറ്റ് ബെർണാർഡിൻ്റെ ഒരു ഫീമെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2.5 വയസ്സ് പ്രായമുള്ളത്. ഇതിൻ്റെ ഇപ്പോൾ ഹീറ്റിലാണ്. അത് 29/7 ഫസ്റ്റ് ഡേ ഹീറ്റായത്. 29/7. അപ്പോൾ ഇപ്പോൾ ഓൺ ഹീറ്റിലുള്ള സെൻറ്റ് ബെർണാർഡിൻ്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 10,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 2 ലിറ്റർ എടുത്തതാണ്. 2.5 വയസ്സ് പ്രായമുണ്ട്. വെറും 10,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല സെൻറ്റ് ബെർണാർഡാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് പർപ്പസിനൊക്കെ എടുക്കാൻ പറ്റിയവർക്ക് എടുക്കാവുന്നതാണ്. നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത്. 10,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ ഓൺ ഹീറ്റിലുള്ളത്. അടുത്ത നമുക്ക് സെയിം ബ്രീഡറാണ്. തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ 2 പപ്പി ഡോഗ്സും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സെൻറ്റ് ബെർണാർഡ് ആയാലും യൂറോപ്യൻ ഡോബർമാൻ ആയാലും. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള യൂറോപ്യൻ ഡോബർമാൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. 43 ദിവസം പ്രായമായിട്ടുള്ള യൂറോപ്യൻ ഡോബർമാൻ്റെ പപ്പീസുകൾ. അപ്പോൾ മെയിൽ പപ്പിക്ക് അവർ ചോദിക്കുന്നത് 16,000 രൂപയും ഫീമെയിൽ പപ്പിക്ക് 13,000 രൂപയാണ് ചോദിക്കുന്നത്. നല്ല അടിപൊളി ടോപ്പ് ലൈൻ ക്വാളിറ്റി വരുന്ന യൂറോപ്യൻ ഡോബർമാൻ്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസും ഉണ്ട്, ഫീമെയിൽ പപ്പീസും ഉണ്ട്. അപ്പോൾ ബ്രീഡിങ്ങിനോ അല്ലെങ്കിൽ സ്റ്റഡ് മെയിലൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ആരെങ്കിലും മെയിലിനും യൂറോപ്യൻ ഡോബർമാനൊക്കെ അന്വേഷിക്കുന്നത് എടുക്കാൻ പറ്റിയതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പൈനാപ്പിൾ കൊനൂറിൻ്റെ ചിക്സുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഹാൻഡ് ഫീഡിങ് ചിക്കുകൾ. ഇവരിൽ 15ഓളം പൈനാപ്പിൾ കൊനൂറിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കുകൾ കൊടുക്കാനുണ്ട്. ബൾക്കായിട്ടൊക്കെ എടുക്കണമെങ്കിൽ റേറ്റ് ഒക്കെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സിംഗിളായിട്ട് എടുക്കണമെങ്കിൽ ഒരെണ്ണത്തിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 2,100 രൂപയാണ്. 2,100 ആണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. 5 എണ്ണത്തിൽ കൂടുതൽ എടുക്കണമെങ്കിൽ റേറ്റൊക്കെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ മൊത്തം 15ഓളം ഹാൻഡ് ഫീഡിങ് ചിക്കുകൾ പൈനാപ്പിൾ കൊനൂറിൻ്റെ കൊടുക്കാനുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരാണ് ലൊക്കേഷൻ. അപ്പോൾ ബൾക്കായിട്ടൊക്കെ ഷോപ്പിലേക്കോ അല്ലെങ്കിൽ ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സിംഗിളായിട്ട് എടുക്കുകയാണെങ്കിൽ 2,100 രൂപ. അപ്പോൾ ഇണക്കി വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഈ പ്രായത്തിലാണ് കൊനൂറിനൊക്കെ എടുക്കേണ്ടത്. അടുത്തത് നമുക്ക് തൃശ്ശൂരിൽ തന്നെയാണ്. അടുത്തൊരു ബ്രീഡറാണ് നമുക്ക് ഒരു ക്യാറ്റിന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. സെമി പഞ്ചിൻ്റെ 1 വയസ്സ് പ്രായമുള്ള മെയിൽ ക്യാറ്റാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 2,000 രൂപയാണ്. ഈ സെമി പഞ്ചിൻ്റെ മെയിൽ ക്യാറ്റിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാനാണ്. 1 വയസ്സുള്ള സെമി പഞ്ചിൻ്റെ മെയിൽ ക്യാറ്റ്. അടുത്ത നമുക്ക് ആലപ്പുഴ ജില്ലയിൽ അരൂരിൽ നിന്നാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 അഡൾട്ട് ഫീമെയിലാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഒരു ലാബിൻ്റെ അഡൾട്ട് ഫീമെയിലും അതേപോലെ ഒരു പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ ഒരു അഡൾട്ട് ഫീമെയിലുമാണ് വന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. രണ്ടും കൂടി അവർ
4000 രൂപയാണ് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും ഈ അഡൾട്ട് ഫീമെയിൽസിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആലപ്പുഴ ജില്ലയിൽ അരൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതാണ് ലാബിൻ്റെ ഫീമെയിൽ. അതേപോലെ ഇതാണ് പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ ഫീമെയിലും വന്നിരിക്കുന്നത്. രണ്ടും അഡൾട്ട് ഫീമെയിലുകളാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനും അതേപോലെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ നല്ല സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മുടെ ഗിവ് അവേ പങ്കെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. നിങ്ങളുടെ ഓരോ കമൻറ്റുകൾ വഴിയാണ് നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു ക്രോസ് പപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഷിറ്റ്സുവിൻ്റെയും അതേപോലെ പഗ്ഗിൻ്റെയും ക്രോസ് ആയിട്ടുള്ള 3 മാസം പ്രായമുള്ള മെയിൽ പപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. പഗ്ഗും ഷിറ്റ്സുമാണ് ക്രോസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് 6000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും ഈ പപ്പിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്ന റേറ്റും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ്. 6000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ അയച്ചു തന്നിട്ട് ഇനി വീഡിയോസൊക്കെ പെൻഡിങ് ഉള്ള ഒരു മെസ്സേജ് അയച്ച് ഓർമ്മപ്പെടുത്തേണ്ടതാണ്. ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ നമ്മൾ ചിലതൊക്കെ വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അയച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ആയില്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ച് ഓർമ്മപ്പെടുത്തേണ്ടതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡാഷ് ഹണ്ടിൻ്റെ ഒരു പപ്പിയും അതേപോലെ തന്നെ മദർ ഡോഗാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഡാഷ് ഹണ്ടിൻ്റെ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 1200 രൂപയാണ് അതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. 1200 രൂപ പപ്പിയുടെ റേറ്റ്. അതേപോലെ മദർ ഡോഗിൻ്റെ റേറ്റ് 2000 രൂപയാണ് അവർ ചോദിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. 2ാമത്തെ ഡെലിവറിയാണ് അതിൻ്റെ. ആ പപ്പി നല്ല റേറ്റ് കുറവിനാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 1200 രൂപ. അടുത്തായിട്ട് നമുക്ക് വയനാട് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ലവ് ബേഡുകൾ നല്ല റേറ്റ് കുറവിനാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 32 ലവ് ബേഡ്സ് 2300 രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. 32 ലവ് ബേഡ് 2300 രൂപയാണ് റേറ്റ് ചോദിക്കുന്നുള്ളൂ. വയനാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി കളേഴ്സിലുള്ള ലവ് ബേഡുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി കളേഴ്സ്. അടുത്ത നമുക്ക് മലപ്പുറത്തു നിന്നാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഫാൻസി ആടായ കനേഡിയൻ പിഗ്ബിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മെയിലാണ്. 9.5 മാസം പ്രായമുണ്ട്. ഇതിനവർ ചോദിക്കുന്ന റേറ്റ് 10000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഫാൻസി ആടായിട്ടുള്ള കനേഡിയൻ പിഗ്മിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഫാൻസി ആടുകളൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. കുള്ളനാടാണ് വന്നിരിക്കുന്നത്. മെയില് 10000 രൂപയാണ് ചോദിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ചോളേരിയാണ് പ്രോപ്പർ ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 അഡൾട്ട് കാറ്റുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഒരു മെയിലും ഒരു ഫീമെയിലും. അപ്പോൾ ഫീമെയിൽ പ്രഗ്നൻ്റാണ്. ഡെലിവറി വിത്തിൻ 1 വീക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ പെയറിന് 8000 രൂപയാണ് ഈ രണ്ടാമത്തിൻ്റെയും കൂടി റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ കാറ്റും അതേപോലെ ഒരു മെയിൽ കാറ്റും 8000 രൂപ 8000 റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കാറ്റുകളാണ് വന്നിരിക്കുന്നത്. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ബ്രീഡേഴ്സൊക്കെ ഒരു കാര്യം പറയുന്നതാണ്. ഇപ്പോൾ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സമയത്ത് പെറ്റ്സിനെ വാങ്ങാൻ വരാതിരിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ബ്രീഡേഴ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം ആരാണോ വരുന്നത് അവർക്ക് നിങ്ങൾ പെറ്റ്സിനെ കൊടുക്കുക. അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് വിളിച്ച് വാക്കാല പറയണമെങ്കിൽ അവരിൽ നിന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ് ഒരു പകുതി എമൗണ്ടോളം അഡ്വാൻസ് വാങ്ങാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് ചീറ്റിങ് നടക്കുന്നുണ്ട്. ഇപ്പം നിരന്തരം നമ്മുടെ ബ്രീഡേഴ്സ് അങ്ങനെയാണ് പറയുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. മറ്റുള്ളവർക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് വരുന്ന ആർക്കാണോ അവർക്ക് നിങ്ങൾ പെറ്റ്സിനെ സെയിൽ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറാണ് വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 30 സെക്കൻഡുള്ള വീഡിയോ, അതേപോലെ പെറ്റ്സിൻ്റെ ഡീറ്റെയിൽ, റേറ്റ്, പ്ലേസും കാര്യങ്ങളും വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്.